കുണ്ടറ പടപ്പക്കര ഇരട്ടക്കൊലപാതക കേസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് സംഭവം നടന്ന പടപ്പക്കരയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതിനകത്തായിരുന്നു ഇവിടെ കിടക്കും അടിക്കുന്നു. പിന്നെ പുള്ളി ഇറങ്ങിയൊന്നുമില്ല. ആ റൂമിൽ കൊണ്ടുവച്ചു തുറന്നില്ല. ഇതെന്ത് റൂമല്ലായിരുന്നു? നീ കിടക്കുന്ന റൂമല്ലായിരുന്നു? അപ്പം ഇവിടെ കൊണ്ട് കട്ടിലെ വെച്ചു. എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് അടിക്കാൻ പോയി. എന്നിട്ട് അമ്മയെ വിളിച്ചു. അമ്മ വന്ന് എവിടെ വരെ വന്നായിരുന്നു? വാതിൽ തുറന്നു. ഇവിടെ വരെ വന്നു. അപ്പം നീ ബാക്കിൽ വന്നു. ഇതിലേക്ക് കൊണ്ടുപോയി ഒരു സ്ഥലത്തുണ്ട്. ഇവിടെ തറയെ കിടന്നു. ഇവിടെ വെച്ചത് ഞാൻ ഇന്ന് കഴിച്ചിട്ട് തല കുത്തി ഇവിടുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടി വി ഇട്ട് കൊടുക്കുന്നു. ഇത് അമ്മയുടെ ഫോൺ ATM കാർഡ് എടുത്തിട്ട് ആദ്യം എവിടെയായിരുന്നു അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അമ്മ വന്നതിൻ്റെ ഇതിലുണ്ടായിരുന്നു. ഇതിന് കഥകളാണ്. അത് കഴിഞ്ഞിട്ട് നീ ഏത് വഴി കുണ്ടറ പടപ്പക്കരയിൽ അമ്മയെയും മുത്തശ്ശനെയും തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അഖിൽകുമാറിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൊലപാതകം നടന്ന പടപ്പക്കരയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മുത്തശ്ശനെയും അമ്മയെയും കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിവരിച്ചു. തുടർന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്രതിയുടെയും അമ്മയുടെയും മൊബൈൽ സിം കാർഡുകൾ പ്രതി തന്നെ എടുത്ത് പോലീസിന് കൈമാറി. നിന്റെ ഇതാ ഏത് കമ്പനിയുടെ ആയിരുന്നു? രണ്ടും കൂടെ പെടാണ്. രണ്ടല്ലേ ഉണ്ടായിരുന്നു? ഇനിയുണ്ടോ? കൂടാതെ കൊലപാതക സമയം പ്രതി ധരിച്ചിരുന്ന ഷർട്ടും പോലീസ് കണ്ടെടുത്തു. പ്രതി അഖിലിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൊട്ടിയത്ത് അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ ഫോൺ കൊണ്ടുകൊടുത്ത മൊബൈൽ ഷോപ്പിൽ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം തിരികെ പടപ്പക്കരയുള്ള വീട്ടിൽ പ്രതിയുമായി എത്തി സിം കാർഡുകളും പ്രതിയുടെയും അമ്മയുടെയും സിം കാർഡുകൾ ഒളിപ്പിച്ചതും, അതുകൂടാതെ പ്രതി കൃത്യസമയം ധരിച്ചിരുന്ന ഷർട്ട് എന്നിവയും റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിക്ക് യാതൊരുവിധ കൂസലുമില്ലാതെ അമ്മയെ കൊന്ന രീതിയും എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയും വീട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയും കാണിച്ചു തന്നിട്ടുണ്ട്. അന്വേഷണം ലഹരി ഉപയോഗത്തിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ഇപ്പം നമ്മുടെ മുമ്പിലൊന്നും അതൊന്നും കാണിച്ചിട്ടില്ല. വിഡ്രോവൽ സിംറ്റമായിട്ടൊന്നും ഇല്ല. നമ്മുടെയൊക്കെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പം ഇന്ന് കസ്റ്റഡി വാങ്ങിച്ചതല്ലേ, നമ്മൾ തിരിച്ചു വരുമ്പോഴും ആവശ്യപ്പെട്ടിട്ടില്ല, ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം നമ്മളത് കയറി പറയുന്നത് ശരിയല്ലല്ലോ. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. പ്രതി അന്വേഷണവുമായിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ, അതായത് ATM കാർഡിൻ്റെ കാര്യത്തിൽ ATM കാർഡ് നശിപ്പിച്ചു, ATM കാർഡും കൃത്യസമയം ഇട്ടിരുന്ന ചെരുപ്പുകളും നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ലഭ്യമായിട്ടില്ല. അത് വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ പ്രതിയുമൊത്ത്
അത് തെളിവെടുപ്പ് നടത്തി റിക്കവർ ചെയ്യുന്നതായിരിക്കും. വേറെ എവിടെയെങ്കിലും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നുണ്ടോ? വേറെ ഇനിയും പ്രതി ചോദ്യം ചെയ്യുന്നതനുസരിച്ചാണ്. ചോദ്യം അനുസരിച്ച് കൂടുതലായിട്ട് തെളിവെടുപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. 5 ദിവസത്തിനകം തെളിവെടുപ്പ് പൂർത്തിയാവും. കൊലപാതകത്തിന് ശേഷം അമ്മയുടെ മൊബൈൽ ഫോൺ വിറ്റ കൊട്ടിയത്ത് കടയിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 16 ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് അഖിൽ തന്റെ മുത്തച്ഛൻ ആന്റണിയെയും അമ്മ പുഷ്പയെയും ആക്രമിച്ചത്. അടുത്ത ദിവസമാണ് വിവരം പുറംലോകം അറിഞ്ഞത്. പോലീസ് എത്തിയപ്പോൾ പുഷ്പ മരിച്ചിരുന്നു. ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന ആന്റണിയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. തെളിവെടുപ്പിന് പ്രതിയുമായി പോലീസ് എത്തിയതറിഞ്ഞ് നാട്ടുകാർ വീടിന് ചുറ്റും കൂടി. വേണ്ടുന്ന കാശ് തുണിയെല്ലാം മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് കാണിക്കണമായിരുന്ന വീട് വിൽക്കാൻ ഒരുങ്ങി ഒറ്റി കൊടുത്ത് അത് കാശ് കിട്ടുമ്പോൾ കൊടുക്കാന്ന് പറയും. പൈസ കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ ചെയ്യണോ? വല്യപ്പനെ കൊന്നുണ്ട്, തള്ളയും കൂടെ കൊല്ലണോ? അവൻ അപ്പനില്ലാത്ത, അവന് ഓർമ്മയില്ല, അവന് വേണ്ടുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്നു. പിന്നെ ഇത് കാണിക്കണോ? ഞങ്ങൾ മുറ്റത്ത് കിടന്നിട്ട് ഒരു ലോകം അറിഞ്ഞില്ല. അവിടെ തെളിയെ വെച്ച് പറഞ്ഞു ഒന്നും നോക്കാൻ. രാത്രി വെട്ടമൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾക്ക് കണ്ടേ പറ്റത്തുള്ളൂ. പിന്നെ 100 തവണ പറഞ്ഞു കൊടുത്തതാണ് ഞാൻ കാണിക്കരുതെന്ന്. എത്ര തവണ ഇവൻ അങ്ങോട്ട് പോലീസുകാർ വന്നിട്ട് പോലും കൊണ്ടുപോയില്ല. ഞങ്ങളൊക്കെയാണ് ഇവനെ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയതിനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തതാണ് അടങ്ങി ഒതുങ്ങി ജീവിക്കുക. എന്നിട്ട് പോലും കേട്ടില്ല. ആന്ന് അവൻ കിണറ്റി എല്ലാ സാധനങ്ങളും വാരിയിട്ട് ഞങ്ങളുടെ അയലത്താന്ന് എല്ലാം വാരിയിട്ട് അലമാരകളെല്ലാം പൊട്ടിച്ച് വാരി കളഞ്ഞേന്ന്. തള്ളനെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്യും. തള്ള എന്നിട്ട് പുറത്ത് പറയത്തില്ല. എൻ്റെ കൂടെ പഠിച്ചു ചെന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. അവന്റെ ദിവസേന 5000 രൂപ വീതം വേണം മയക്കുമരുന്ന് മേടിക്കാനായിട്ട്. കഞ്ചാവുണ്ട്. മയക്കുമരുന്ന് കൊടുക്കുന്ന കൂട്ടുകാർ തന്നെയാണ്. കുണ്ടറ SHO വി അനിൽകുമാർ, SIമാരായ PK പ്രദീപ്, P അംബരീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI സുനു ആഞ്ചലോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ ഇനിയും തെളിവെടുപ്പ് വേണ്ടിവരുമെന്ന് SHO പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ.